Good afternoon, dear children. Today we are going to learn about DNA replication. So, in the central dogma, the first step I told you, as the DNA, that is double stranded DNA, is replicating into two. Replicating means producing another copy of this DNA. So, as you know, the DNA is having 5' end and 3' end, and the direction of the strand will be always from 5' to 3', 5' to 3'. Okay, then the complementary strand also should go from 5' to 3'. So that will be in the complementary direction or the opposite direction. So in a normal DNA, 5' to 3' end direction will be followed, both the cases. So as it is double stranded, the second stranded will be complementary, which will be moving from 5' to 3' but in the opposite direction. Okay, now what we have to do? First we have to make a copy of this DNA. So there are some enzymes which is responsible for these things. So let us see what are the things required for this. So first step, as the first step, we want to divide these strands. So we have to unwind the DNA. We have to separate these two DNA strands. So that one is done by an enzyme called helicase. So DNA replication സമയത്ത് ഫസ്റ്റ് ആക്ട് ചെയ്യുന്ന എൻസൈമാണ് DNA ഹെലിക്കേസ്. ഹെലിക്കേസിൻ്റെ പ്രസൻസിൽ നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA അൺവൈൻഡ് ചെയ്തിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, അതിനുശേഷം ഉണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോക്ക് എന്ന് പറയാം. സോ DNA ഈസ് റെപ്ലിക്കേറ്റിംഗ് അറ്റ് ദാറ്റ് ടൈം with the help of helicase, the DNA is separated and forming a structure called as replication fork. The separated strands each provide a template for creating a new strand of DNA. So we have two DNA strands. So each also will be forming DNAs. So at last we will be getting another 2 DNAs. Not only one, we will be getting 2 DNAs. സോ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സ്ട്രാൻഡിൽ നിന്നും നമുക്ക് പുതിയ DNA കിട്ടും. അപ്പോൾ 2 സ്ട്രാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ 2 DNA ആയിരിക്കും നമുക്ക് ഈ റെപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, യെസ്, ലിസൺ ഹിയർ പ്രോപ്പർലി. ഈ സമയത്ത് പ്രൈമേസ് എന്നുള്ളൊരു എൻസൈമാണ് ഈ ഒരു വർക്ക് മൊത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഹെലിക്കേസ് വന്നു, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈമേസ് എന്നുള്ളൊരു എൻസൈം, അതാണ് നമ്മളുടെ പ്രൈമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. RNA ബേസിനെ കൊണ്ട് കൊടുത്ത് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എൻസൈമാണ് പ്രൈമേസ്. സോ ആസ് യു ക്യാൻ സീ, പ്രൈമേസ് എന്നുള്ള എൻസൈം വരുന്ന സമയത്ത് RNA ബേസസ് വിൽ ബി അറ്റാച്ചിങ് ടു ദ ന്യൂ സ്ട്രാൻഡ്. സോ ഈ ഒരു സാധനം RNA ബേസിനെയാണ് പ്രൈമർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണ്ട ഈ ഒരു സിന്തസിസിന്. സോ ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് പ്രൈമർ. Okay, so this marks the starting point of the construction of the new strand of DNA. So നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആദ്യം എവിടെയെങ്കിലും ഒന്ന് തുടങ്ങണ്ടേ, അതിനുള്ള പ്രൈമർ എന്ന് പറയുന്ന ഒരു സാധനം ഫോം ചെയ്തു. ഓക്കെ, ദെൻ അതിനുശേഷം DNA പോളിമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഈ പ്രൈമറിന് വന്നിട്ട് ജോയിൻ ചെയ്തു, DNA പോളിമറേസ്. അതിനുശേഷമാണ് ഓരോ ബേസസ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, കണ്ടോ, ഓരോ ഇത് 5' ടു 3' എൻഡിലേക്ക് DNA ബേസസ് കണ്ടിന്യൂസ് ആയി വന്ന് പോകുന്നത്. ഇതിനെയാണ് ലീഡിങ് സ്റ്റാൻഡ് എന്ന് പറയാം. അപ്പോൾ ഓരോന്നും 5' ടു 3' എൻഡ് ഡയറക്ഷനിലേക്ക് ഇതിൻ്റെ ബേസസിനെ ചേർത്തുകൊണ്ട് പോവുകയാണ്. ഓൺ ദ അതർ ഹാൻഡ് സ്ട്രാൻഡ് എങ്ങനെയാണ്, ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയാം. ഈ ഒരു മറ്റേ സ്ട്രാൻഡിനെ നമുക്ക് ലാഗിങ് സ്ട്രാൻഡ് എന്നാണ് പറയുക. സി, അതിലൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം 5' ടു 3' അല്ലേ, ഡയറക്ഷൻ വ്യത്യാസമാണ്. അപ്പോൾ ഓരോ റെഗുലർ ഇൻ്റർവെല്ലിലും ദ DNA പോളിമറൈസ് ചെറിയ ഓരോ ഫ്രാഗ്മെൻറ്റ് ഫോം ചെയ്യും. സി, ഇതുപോലെ പോളിമറൈസ് വന്നു, അവിടെയും ഒരു ചെറിയൊരു പോളിമർ ഉണ്ടാക്കി വെച്ചു. പോളിമർ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാനുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമാണ്. അപ്പോൾ പോളിമർ ഉണ്ടാക്കി വെച്ചു, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട്
ഇതുണ്ടാക്കും, DNA ബേസ് ചേർത്തിട്ട് സ്ട്രാൻഡ് ഉണ്ടാക്കും. പക്ഷേ ഇതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഡയറക്ഷൻ ചേഞ്ചായി. സോ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുമ്പം വീണ്ടും ഒരു പ്രൈമർ ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ യൂണിറ്റ്സ് ഓഫ് ഡി എൻ എ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്ന ചെറിയ ചെറിയ യൂണിറ്റ് ഓഫ് DNA ഇൻ ദ ലാഗിങ് സ്ട്രാൻഡ്, രണ്ടാമത്തെ സ്ട്രാൻഡ്, അതായത് 3 ഡയറക്ഷൻ ടു 5 പ്രൈം ടു 3 പ്രൈം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സ്ട്രാൻഡാണ് ലാഗിങ് സ്ട്രാൻഡ്. അതിൽ വരുന്ന ഈ ചെറിയ മോളിക്യൂൾ സെഗ്മെൻറ്റിനെയാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ് എന്ന് പറയാം. ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. So each fragment is started with a RNA primer or RNA primer ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് DNA പോളിമറൈസ് വന്ന് വീണ്ടും ചെറിയ ചെറിയ DNA മോളിക്യൂളിനെ ഇതൊക്കെ ജോയിൻ ചെയ്ത് വീണ്ടും ഫോം ചെയ്യും. അവിടെ ഉണ്ടാക്കി, കണ്ടോ? ഇനി ആദ്യം കുറച്ചും കൂടി സ്ഥലം മുമ്പേ വരും, വീണ്ടും അവിടെ ഒരു പ്രൈമർ ഉണ്ടാക്കും, എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്ക് അത് ജോയിൻ ചെയ്ത് മുട്ടിക്കും, ബാക്കി DNA ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഇത് 5 പ്രൈം ടു 3 പ്രൈം എൻഡിലേക്ക് നമുക്കിത് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ന്യൂ DNA ഉണ്ടാക്കുമ്പോൾ എക്സോന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു എൻസൈം വന്നിട്ട് ഈ ഇടയിലുള്ള RNA പ്രൈമേഴ്സിനെ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയും. ദ എൻസൈം എക്സോന്യൂക്ലിയസ് വിൽ ബി കമ്മിങ് ആൻഡ് ഡിറ്റാച്ചിങ് ഓൾ ദ പ്രൈമേഴ്സ് ഫ്രം ദാറ്റ്. എല്ലാ RNA പ്രൈമേഴ്സിനെയും നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ പിന്നെ വീണ്ടും DNA പോളിമറൈസ് എൻസൈം വന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു DNA ഫോം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ചെറിയ ലാഗിങ് സ്ട്രാൻഡിൽ കാണുന്ന ചെറിയ ചെറിയ DNA പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ് പറയുക. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് RNA സ്ട്രാൻഡ്സിനെ കാണാൻ പറ്റും, ചെറിയ RNA സ്ട്രാൻഡ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു RNA സ്ട്രാൻഡ്സിലേക്ക് നമ്മുടെ എൻസൈം വന്ന് പുതിയ പുതിയ DNA പോളിമറൈസ് വന്ന് പുതിയ പുതിയ സ്ട്രാൻഡ്സ് ഒക്കെ ഉണ്ടാക്കി അതിനുശേഷം എക്സോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് ഈ RNA മൊത്തം ഡിലീറ്റ് ചെയ്ത് എല്ലാത്തിനെയും നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും DNA പോളിമറൈസ് അവിടെ വന്നിട്ട് ആ സ്ട്രാൻഡ് അങ്ങോട്ടേക്ക് ഫില്ലാവും. അങ്ങനെ അവസാനമാണ് DNA ലിഗേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വരുന്നത്. DNA ലിഗേസിൻ്റെ മെയിൻ ഡ്യൂട്ടി എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും DNA ബേസ് പെയർ അങ്ങോട്ടും ഇങ്ങോട്ടായി പോയതോ അല്ലെങ്കിൽ ഒരു സ്ട്രാൻഡിലേസ് കട്ടായിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ളത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DNA ലിഗേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇതിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ DNA ലിഗേസിൻ്റെ ഇതും കൂടെ കഴിഞ്ഞാൽ അത് രണ്ടും ഡബിൾ സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് DNA ആയിട്ട് മാറും. ഇപ്പോൾ ഇതിനെയാണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയാം. കാരണം ഈച്ച് DNA മോളിക്യൂളും ഉണ്ടാക്കിയിരിക്കുന്നതിൽ ഒരു പഴയ സ്ട്രാൻഡും ഒരു പുതിയ സ്ട്രാൻഡും ആയിരിക്കും. ഇപ്പം നമ്മൾ 2 സ്ട്രാൻഡുണ്ടല്ലോ, ഒന്ന് മുകളിലത്തെ ഒന്ന് താഴത്തെ നമുക്കിപ്പോൾ തൽക്കാലം പറയാം. ഒരു ലീഡിങ് സ്ട്രാൻഡും ഒരു ലാഗിങ് സ്ട്രാൻഡും ഉണ്ട്. അപ്പോൾ അതിൽ രണ്ടായാലും നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ മെയിൻ സോഴ്സായിട്ടുള്ള DNAൻ്റെ മദർ സ്ട്രാൻഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു DNAൻ്റെ ഡബിൾ ഹെലിക്സ് നമുക്ക് ഉണ്ടാക്കിയത് 2 എണ്ണമാണ്. ആ 2ലുള്ള സ്ട്രാൻഡിലും ഒരു സ്ട്രാൻഡ് നമ്മുടെ പാരൻ്റൽ DNA തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സെമി കൺസർവേറ്റീവ്, ഫുൾ കൺസർവേഷൻ അല്ല, സെമി, ഹാഫ്. സോ ഹാഫ് കൺസർവ്ഡ്, ദാറ്റ് ഈസ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് ഡെപ്ലിക്കേഷൻ എന്ന് ഇതിനെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.